വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ മല്ലപ്പള്ളി ഏരിയയുടെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി പഞ്ചായത്തിന്റെ മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ആന്റണി ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കണമെന്നും വഴിയോര കച്ചവട സംരക്ഷണ നിയമം പഞ്ചായത്തുകളിൽ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. വഴിയോര കച്ചവടക്കാരെ അന്യായമായി കുടിയൊഴിപ്പിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക, പഞ്ചായത്തുകളിൽ വെൻഡിംഗ് സമിതി രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ചും ധർണയും വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ആന്റണി ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളികളെ സംബന്ധിച്ച് സ്വാഭാവികമായി നമ്മുടെ സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണകളും എതിർപ്പുകളും ഒക്കെ ഉളവാക്കുന്ന തരത്തിലേക്കുള്ള പ്രചരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകാരംഭം മുതലുള്ള നമ്മുടെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ പരസ്പരമുള്ള കൈമാറ്റവും കച്ചവടവും എല്ലാം വഴിയോരത്തായിരുന്നു സംഘടിപ്പിച്ചതെന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൻ്റെ പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാലും രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോയാലും വഴിവാണിഭം, തെരുവ് കച്ചവടം തുടങ്ങിയവയൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഈ വഴിയോര കച്ചവടം അംഗീകൃതമായി സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ചെരുപ്പ്, ആ ചെരുപ്പിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം ജനപ്രതിനിധിയായി കേരളത്തിൻ്റെ നിയമസഭയിൽ വന്നു. അദ്ദേഹം വ്യാപാരി വ്യവസായ സംഘടനയുടെ നേതാവായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ പരസ്യമായി ഞാനും എൻ്റെ കുടുംബവും ഒക്കെ വഴിയോരത്തു നിന്ന് കച്ചവടം നടത്തിയാണ് ഈ പുതിയ മേഖലകളിലേക്ക് കടന്നു വന്നതെന്ന് പരസ്യമായി പ്രസ്താവിച്ചത്. പിന്നെന്താണ് ഈ വഴിയോര കച്ചവടക്കാർ പുച്ഛിക്കപ്പെട്ടവരായി മാറുന്നത്, അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി മാറുന്നത്? ഏരിയ പ്രസിഡന്റ് ബിനു വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജീവിക്കുവാൻ വേണ്ടി വഴിയോരങ്ങളിൽ സാധന സാമഗ്രികളുമായി എത്തി അവിടെ തൊഴിലെടുക്കുന്ന ഘട്ടങ്ങളിൽ ഒട്ടനവധിയായി വരുന്ന പ്രശ്നങ്ങളാണ് തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. PWD അധികാരികളുടെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നുമൊക്കെ തൊഴിലാളികൾക്ക് നേരെ വലിയ തോതിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്ന നടപടികൾ ഉയർന്നു വരുന്നുണ്ട്. ജില്ലാ ട്രഷറർ TA റിജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി സനീഷ് സാജൻ, ബി റാണി, സണ്ണി ജോൺസൺ, രതീഷ് പീറ്റർ, സജീവ് കുമാർ, സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ കുറെ നാളുകളായി മല്ലപ്പള്ളിയിലെ മാർക്കറ്റിലെ കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരും തമ്മിൽ രൂക്ഷമായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. മാർക്കറ്റിലെ കച്ചവടക്കാരെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞ ആഴ്ച വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്കാരും ഇപ്പോൾ വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കാൻ CPM നേതൃത്വത്തിലുള്ള വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷനും രംഗത്ത് വന്നിരിക്കുകയാണ്.